റൊമാൻസ് ഹീറോ ആയി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതിന് ശേഷം സ്വന്തം ഹാർഡ് വർക്കിലൂടെ ഒരു ആക്ഷൻ ഹീറോ ആയും ബോളിവുഡിലെ തന്നെ മാച്ചോ മാനുമായും മാറിയ വ്യക്തിയാണ് ജോൺ അബ്രഹാം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളെയും സോഴ്സസ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. 1972 ഡിസംബർ മാസം ജനിച്ച ജോൺ അബ്രഹാം ആക്ടിംഗ് സ്വന്തം കരിയറായി ചൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ മോഡലിംഗ് ഒരുപാട് ചെയ്യുന്നുണ്ടായിരുന്നു. 1999 ഗ്ലാഡ്രാക്സ് മാൻഹണ്ട് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ ഒരു മോഡലിംഗ് കോമ്പറ്റീഷനിൽ ജോൺ അബ്രഹാം ആയിരുന്നു ഫസ്റ്റ് പ്രൈസ്. അപ്പോൾ ഉള്ള ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അന്ന് തന്നെ ജോൺ അബ്രഹാം അത്യാവശ്യം നല്ല ഫിസിക്കായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. ഇതിനുശേഷം 2003 അദ്ദേഹം ബോളിവുഡ് ഡെബ്യൂ ചെയ്യുന്നത്. 2003 തന്നെ ജിസ്ം അല്ലെങ്കിൽ പാപ്പ് പോലുള്ള സിനിമകളിലെ ഈ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന് വളരെയധികം ലീൻ ആയിട്ടുള്ള ഒരു ഫിസിക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം 17 മുതൽ 19% വരെ ആയിരിക്കണം അദ്ദേഹത്തിന്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 185 സെന്റിമീറ്റർ ആണ്. അദ്ദേഹത്തിന്റെ വെയിറ്റ് 70-നും 75-നും ഇടയ്ക്കായിരുന്നു എന്നാണ് പല റിപ്പോർട്ടും പറയുന്നത്. ഈ സമയം കൊണ്ട് തന്നെ ഏകദേശം 5 വർഷത്തോളം അദ്ദേഹം വെയിറ്റ് ട്രെയിനിങ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് മാത്രമല്ല അത്യാവശ്യം നല്ലൊരു ഫിസിക്കാണ് അദ്ദേഹം അപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഒത്തിരി അധികം മസ്കുലർ ആണ് എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിനുശേഷം 2004 വന്ന ധൂം, 2005 വന്ന കാൽ, 2006 വന്ന ടാക്സി നമ്പർ 911 എന്നുള്ള സിനിമകളിലൊക്കെ സ്റ്റിൽസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് മിഡ് 2000s ഏകദേശം ഏർലി 2000s എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയാണ് അദ്ദേഹം ഫിസിക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇതിനുശേഷം 2007 വന്ന നോ സ്മോക്കിംഗ് എന്ന് പറയുന്ന സിനിമയിൽ സ്റ്റിൽസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം കുറച്ചുകൂടെ ലീൻ ആയി എന്നുള്ളതാണ്. ആബ്സ് വിസിബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ആ സമയത്ത് 15 മുതൽ 17% വരെ ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അനുമാനം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലോജിക്കലി കൺക്ലൂഡ് ചെയ്യാവുന്നത് അദ്ദേഹത്തിന്റെ ജനറ്റിക് പൊട്ടൻഷ്യൽ ഒരു 2006, 2007 സമയത്ത് കൊണ്ട് തന്നെ എത്തിച്ചേർന്ന് കാണണം എന്നുള്ളതാണ്. 2008 പുറത്തു വന്ന ദോസ്താന എന്ന് പറയുന്ന സിനിമയിലാണ് ജോൺ അബ്രഹാം സ്വന്തം ഫസ്റ്റ് മേജർ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത്. ആ സിനിമയിലെ സ്റ്റിൽസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം ഒത്തിരി അധികം മസ്കുലർ ആണ്. ഇത് തന്നെ നമുക്കൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം കഴിഞ്ഞ 8-10 വർഷങ്ങളായി പ്രോപ്പറായി വർക്ക്ഔട്ട് ചെയ്തു വരുന്ന ഒരു മനുഷ്യന് പെട്ടെന്ന് ഒരു വർഷം കൊണ്ട് ഒരു 4-5 കിലോഗ്രാം മസിൽ മാസ് ആഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 2010 പുറത്തു വന്ന ജൂട്ടാ ഹി സഹി എന്ന് പറയുന്ന സിനിമയിലെ സ്റ്റിൽസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം സ്വന്തം ബോഡി ഏകദേശം ദോസ്താനയിൽ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ 2011 ഫോഴ്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം സ്വന്തം ലൈഫിലെ സെക്കൻഡ് മേജർ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരികയുണ്ടായി. ഈ സിനിമയിലെ സ്റ്റിൽസ് കണ്ടു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം ദോസ്താനേക്കാൾ കുറച്ചുകൂടെ മസ്കുലർ ആയി എന്നുള്ളതാണ്. ആ സമയത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഏജ് 40 വയസ്സാണ്. ലെറ്റ്സ് റൺ ദ നമ്പേഴ്സ്. സോ ജോൺ അബ്രഹാമിന്റെ ട്രാൻസ്ഫോർമേഷൻ നമ്പേഴ്സിൽ നോക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫോർമേഷനെ 4 മേജർ പാർട്ടായി ഭാഗിച്ചിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അദ്ദേഹത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 183 സെന്റിമീറ്റർ ആണ്. അതായത് 1.83 മീറ്റേഴ്സ് ആണ്. ഇനി ഏർലി 2000s ജിസ്മു പോലുള്ള മൂവീസിലെ ഫോട്ടോസ് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. അതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്ന അദ്ദേഹത്തിന് മാക്സിമം ഉണ്ടാവാൻ വഴിയുള്ള BMI എന്ന് പറയുന്നത് ഒരു 22-23 ആയിരിക്കും. ഇത് ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുവാണ്. ഒരു വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു നമ്പർ ഒന്നുമല്ല, ബട്ട് പ്രോബ്ലി അത്രയും ഉണ്ടാവാനാണ് ചാൻസ്. BMIയുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. BMI എപ്പോഴും വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ BMI ഉണ്ട്, അതേപോലെ ഹൈറ്റും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ വെയിറ്റ് കണ്ടുപിടിക്കാം. BMI ഇൻറ്റു ഹൈറ്റ് സ്ക്വയർ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ 23 ഇൻറ്റു 1.83 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അപ്പോൾ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 76 to 77 kg ആയിരിക്കണം എന്നുള്ളതാണ് ഒരു അപ്രോക്സിമേറ്റ് കണക്ക്. ഇനി അദ്ദേഹത്തിന്റെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി അപ്രോക്സിമേറ്റ് ആയി എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിന്റെ ബോഡി ഫാറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത് ഒരു 18 to 20% ആയിരിക്കണം എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ഇത് അപ്രോക്സിമേറ്റ് ആണ്. ഇതെല്ലാം വെച്ച് നമുക്ക് FFMA അല്ലെങ്കിൽ ഫാറ്റ് ഫ്രീ മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു ഇൻഡെക്സ് കണ്ടുപിടിക്കാം. ഫാറ്റ് ഫ്രീ മാസ് ഇൻഡെക്സിന്റെ കാൽക്കുലേഷൻ ഇവിടെ ബോർഡിൽ കാണുന്നതായിരിക്കും. ഫാറ്റ് ഫ്രീ മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് വെയിറ്റ് ഇൻറ്റു 1 മൈനസ് ബോഡി ഫാറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് സ്ക്വയർ ആണ്. BMI പോലെ തന്നെ വേറൊരു ഇൻഡെക്സ് ആണ് ഈ ഫാറ്റ് ഫ്രീ മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ട്രാൻസ്ഫോർമേഷൻ ദോസ്താന എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ദോസ്താനയിലെ സിനിമയിലെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം മിനിമം ഒരു 5-6 kg എങ്കിലും ലീൻ ടിഷ്യൂസ് ഒന്ന് ഫ്രെയിമിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 76 ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് കൂടി ഒരു 82 to 83 kg ആയിരിക്കണം എന്നുള്ളതാണ് എന്റെ അനുമാനം ഒരിക്കൽ കൂടി. അതേപോലെ തന്നെ അദ്ദേഹത്തിനെ കാണാനും കുറച്ചുകൂടി ലീററാണ്. 6 പാക്കും അതേപോലെ മസിൽ ഡെഫിനിഷനും ഒക്കെ ഒത്തിരി അധികം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബോഡി ഫാറ്റ് പെർസെന്റേജും കുറഞ്ഞിട്ടുണ്ടാവണം. ആ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ബോഡി ഫാറ്റ് പെർസെന്റേജ് എന്റെ അനുമാന പ്രകാരം ഏകദേശം 15%.
അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് വെയിറ്റ് ഉണ്ട്, ബോഡി ഫാറ്റ് പെർസെന്റേജ് ഉണ്ട്, അതേപോലെ ഹൈറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ FFMI കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് മൂന്നും വെച്ച് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സമയത്ത്, അതായത് ദോസ്താനയുടെ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന FFMI എന്ന് പറയുന്നത് ഏകദേശം 21.6 ആണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി 2011 വന്നു കഴിഞ്ഞാൽ ഫോഴ്സ് എന്ന് പറഞ്ഞ മൂവിയിലേക്കുള്ള രണ്ടാമത്തെ മേജർ ട്രാൻസ്ഫോർമേഷൻ അദ്ദേഹം നടത്തി. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ ഫ്രെയിമിൽ അദ്ദേഹം ഒത്തിരി അധികം മസിൽ മാസ് ആഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വെയിറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് തന്നെ ഈ ക്ലിപ്പ് നമുക്കൊന്ന് നോക്കാം. At your bulkiest muscular in force आई थी तो हमने हमारे जिम में सर फोर्स ही चलती थी. फोर्स देख के वर्कआउट. സോ അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 97 to 98 kgs ആണ് എന്നുള്ളതാണ്. അതായത് ഏകദേശം ഒരു 15 കിലോയോളം ലീൻ മസിൽ മാസ് അദ്ദേഹം കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അതേപോലെ അദ്ദേഹത്തിന്റെ ബോഡി ഫാറ്റ് പെർസെന്റേജും നല്ലോണം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം വാസ്കുലാരിറ്റി എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്, മസിൽ ഡെഫിനിഷൻ ഒത്തിരി അധികം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബോഡി ഫാറ്റ് പെർസെന്റേജ് നന്നായി കുറഞ്ഞു കാണണം. ആ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ബോഡി ഫാറ്റ് പെർസെന്റേജ് എനിക്ക് തോന്നുന്നു ഒരു 10 മുതൽ 12% ആയിരിക്കണം. 12% എന്ന് എടുത്താൽ പോലും ഇപ്പൊ ബോഡി ഫാറ്റ് പെർസെന്റേജ് ഉണ്ട്, ഒരിക്കൽ കൂടി വെയിറ്റ് ഉണ്ട്, ഹൈറ്റും ഉണ്ട്. അപ്പൊ നമുക്ക് FFMI കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന FFMI എന്ന് പറയുന്നത് 25.5 ആണ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇതിന് ശേഷം 2013 വന്ന റേസ് 2 അല്ലെങ്കിൽ പിന്നെ വന്ന ഷൂട്ട് ഔട്ട് അറ്റ് വഡാല പോലുള്ള സിനിമകളിലെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ജോൺ അബ്രഹാം സ്വന്തം ശരീരം ഏകദേശം ഫോഴ്സിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ 2015 വെൽക്കം ബാക്ക് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം സ്വന്തം ബോഡി വെയിറ്റ് നല്ലോണം കുറച്ചു. അദ്ദേഹത്തിന്റെ വെയിറ്റ് ലോസിനെ കുറിച്ച് അദ്ദേഹത്തിന് തന്നെ ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടുപോകാം. फोर्स देख के वर्कआउट. अभी मैं 82 किलो से 15 किलो कम हूँ, लेकिन वो जो डेफिनेशन है वो कायम है. സോ അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ 98 കിലോഗ്രാം എന്നുള്ളത് റിഗ്രസ് ആയി ഏകദേശം 83 കിലോഗ്രാം ആയി മാറി എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം എന്റെ അനുമാനങ്ങളാണ്. പല കാര്യങ്ങൾ അനലൈസ് ചെയ്ത ശേഷമാണ് ഒരു റിസൾട്ട് പറയുന്നത് എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും എപ്പോഴും ഈ വീഡിയോയ്ക്ക് ഒരു മാർജിൻ ഓഫ് എറർ ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ ട്രാൻസ്ഫോർമേഷനിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് വളരെയധികം എവിഡന്റ് ആണ് എന്നുള്ള കാര്യമാണ്. സോ ഐ ടോട്ടലി റെസ്പെക്ട് ഹിം ഫോർ ദാറ്റ്. So my trainer asked me to have a cheat meal once a week, but I haven't cheated in, I don't know, maybe 22 years now. So I like that Kaju Katri Barfi. The last time I had it was 23 years ago. 20 വർഷത്തോളം കൺസിസ്റ്റന്റ് ആയി വർക്ക്ഔട്ട് ചെയ്യുക, 20 വർഷത്തോളം ഒരു ചീറ്റ് മീൽ പോലും ചെയ്യാതിരിക്കുക, എന്റെ ദൈവമേ, ഒരു സാധാരണ മനുഷ്യന് ഇതൊക്കെ കഴിയുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും നമുക്ക് എല്ലാവർക്കും അഡ്മയർ ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏർലി 2000s തന്നെ ജോൺ അബ്രഹാമിന് ഒരു വളരെ അട്രാക്റ്റീവ് ഫിസിക് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ബോളിവുഡ് ഓഡിയൻസ് അപ്പോൾ തന്നെ സൽമാൻ ഖാൻ, സുനിൽ ഷെട്ടി പോലുള്ള ആൾക്കാരുടെ അടുത്തുനിന്നും ഇങ്ങനത്തെ ഫിസിക് ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളിൽ അവയർനെസ് കൊണ്ടുവരാനും മാത്രമല്ല നിങ്ങൾ പ്രോപ്പറായി എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യണം എന്നുള്ളത് പറയാനും കൂടിയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തംസപ്പ് കൊടുക്കുക. ഇങ്ങനെ പല സെലിബ്രിറ്റീസിന്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ പരം, നിങ്ങളുടെ ആവറേജ് മല്ലു ഫിറ്റ് ഗായ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.